ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ ദർശന. അപ്പോൾ ഞാനിതാ ഫസ്റ്റ് ആൻറ്റിയുടെ വീട്ടിൽ പോയിട്ട് ആൻറ്റീനെ പിക്ക് ചെയ്തു. എന്നിട്ട് ഞാൻ ആൻറ്റിയോട് ഡ്രൈവ് ചെയ്യാൻ പറഞ്ഞിട്ടോ. ആൻറ്റിക്ക് ഭയങ്കര മടിയാണ് ഡ്രൈവ് ചെയ്യാൻ. എപ്പോഴും എൻ്റെ ബാക്കിലിരുന്നിട്ട് ഇങ്ങനെ പോകും. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഒരുപാട് ഡ്രൈവ് ചെയ്തിട്ട് വേണം സ്കൂളിൽ എത്താൻ. അപ്പോൾ ആൻറ്റി ഇത് ആദ്യം ഡ്രൈവ് ചെയ്തിട്ട് ഇവിടെ വരെ പോ, അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ ഞാൻ ഡ്രൈവ് ചെയ്തോളാം എന്ന് പറഞ്ഞു. അപ്പോൾ ഇതാണ് ആൻറ്റി വർക്ക് ചെയ്യുന്ന സ്കൂള്. UPS ആലൂരാണ്. ഇവിടെ തന്നെ ഞാനും പഠിച്ചത് കേട്ടോ. 7ാം ക്ലാസ് വരെ ഞാനും എൻ്റെ അനിയനും ആൻറ്റിയും മാമന്മാരും എല്ലാവരും ഇവിടെ തന്നെയാണ് പഠിച്ചിരിക്കുന്നത്. അങ്ങനെ സ്കൂൾ കണ്ടപ്പോൾ ഒരു നൊസ്റ്റൊക്കെ ഫീൽ ചെയ്തു. പഴയ ഞാനിവിടെയൊക്കെ ബസ്സിനകത്ത് നിന്നിരുന്നത് സ്കൂൾ ബസ്സിൽ വരുമ്പോൾ. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ സ്കൂളിലെത്തി ക്ലാസ് എടുത്ത് കൊടുക്കാം കേട്ടോ പിള്ളേർക്ക്. അപ്പോൾ ഈ സ്കൂൾ ലൈഫ് എന്ന് പറയുമ്പോൾ ഭയങ്കര രസമാണ് കേട്ടോ. കുട്ടികളുടെ അടുത്തേക്ക് നമ്മൾ ചെല്ലുമ്പോൾ അവരിങ്ങനെ വട്ടളഞ്ഞ് നമ്മളെ മിസ് ചെയ്യുന്ന വിളിച്ചിട്ട് നമ്മളെ പിന്നാലെ വരും. ഭയങ്കര ഒരു ഫീലാണ്. അവിടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എന്ത് ടെൻഷനും വിഷമങ്ങളൊക്കെ മാറും. പിന്നെ ഞാനിങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന മിസ് വീഡിയോ എടുത്ത് തന്നതാണ്. അപ്പോൾ ഒരു പ്രത്യേക ഫീൽ നമുക്ക് വേറെ എവിടെയും കിട്ടാത്ത ഒരു ഡിഗ്നിറ്റി നമുക്ക് കിട്ടും. അതായത് നമുക്ക് നമ്മൾ എത്ര അവരെ പഠിപ്പിച്ച് കഴിഞ്ഞാലും ഏത് സമയത്ത് അവർക്ക് നമ്മളെ അടുത്തേക്ക് ഓടി വന്നിട്ട് എന്നെ പഠിപ്പിച്ച മിസ്സാണെന്ന് പറഞ്ഞിട്ട് അവർ ഓടി വന്ന് സംസാരിക്കും. ഞാൻ അങ്ങനെ ട്രെയിനിങ്ങിന് പോയ സ്കൂളിൽ നിന്നൊക്കെ ഇപ്പോഴും കുട്ടികൾ കണ്ടു കഴിഞ്ഞാൽ ഓടി വരും കേട്ടോ. എന്നിട്ട് അവർ മിസ്സിനെ ഓർമ്മ ഉണ്ടോ എന്നൊക്കെ ചോദിക്കും. ചിലരൊക്കെ ഓർമ്മ ഉണ്ടാവും, ചിലരുടെ മുഖമൊക്കെ മറന്നു പോയിട്ടുണ്ടാവും. പക്ഷെ എന്നാലും ഭയങ്കര ഒരു ഫീലാണ് കേട്ടോ. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചെറുപ്പം മുതലുള്ള ഭയങ്കര ആഗ്രഹമാണ് ഒരു ടീച്ചർ ആവണമെന്ന്. ഇപ്പോൾ അത് സാധിച്ചു കേട്ടോ. ഞാൻ കമ്മ്യൂണിക്കേറ്റ് ഇംഗ്ലീഷ് ട്രെയിനറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ അത് നല്ല ഹാപ്പിയാണ്. കുട്ടികളെ പഠിപ്പിക്കലും അവരുടെ ഓരോ കാര്യങ്ങൾ കേൾക്കലും ഒക്കെ ആയിട്ട് നല്ല രസമായിട്ട് ഇങ്ങനെ പോവും. അത് കഴിഞ്ഞിട്ട് ഞാൻ വണ്ടി ആൻറ്റിയുടെ സ്കൂളിൽ കൊണ്ടുകൊടുത്തു. എന്നിട്ട് ഞാൻ അവിടെ നിന്ന് മാമൻ്റെ ഓട്ടോ വിളിച്ചിട്ടാണ് വരുന്നത്. അങ്ങനെ ഓട്ടോ ഒക്കെ വിളിച്ച് വന്നു. പിന്നെ ഞാൻ ഞങ്ങളുടെ അവിടുത്തെ പാടം പൂലേരി പാടമൊക്കെ കണ്ടപ്പോൾ ഇങ്ങനെ കുറേ ഫോട്ടോ ഒക്കെ എടുത്തു, വീഡിയോസൊക്കെ എടുത്തു. പിന്നെ വീട്ടിൽ വന്നു അമ്മയുടെയൊക്കെ ഫുഡൊക്കെ കഴിച്ചു. അപ്പം നമ്മൾ മീൻകറിയും സാമ്പാറും വഴുതനങ്ങ ഉപ്പേരിയും മുളക് വറുത്തതൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മയിൽ ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോസൊക്കെ എടുത്തു. ഞാൻ ഇറങ്ങി ചെന്നിട്ട് നല്ലപോലെ എടുക്കട്ടെ എന്ന് വിചാരിച്ചപ്പോഴേക്കും അതവിടെ നിന്ന് ഓടിപ്പോയി. നായ്ക്കൾ കുരയ്ക്കുന്നുണ്ടായിരുന്നു. പപ്പിയും ജോലിയും കൂട്ടിൽ നിന്നിട്ട് ഭയങ്കര കുരയായിരുന്നു. അപ്പോൾ അത് കേട്ടപ്പോൾ അതങ്ങോട്ട് പാറിപ്പോയി. പാറല്ല, ഓടിപ്പോയിട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കുറച്ച് നേരമൊക്കെ ഇങ്ങനെ പോയി കിടന്നുറങ്ങി. അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. പിന്നെ അങ്ങനെ വൈകുന്നേരം നല്ല മഴയായിരുന്നു. അപ്പോൾ ഞാൻ ആരുട്ടിനെ കൊണ്ടുവരാൻ പോയി. കാരണം നല്ല മഴയാകുമ്പോൾ എനിക്ക് പേടിയാണ്. ഒറ്റയ്ക്ക് അവൻ വരണ്ടേന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ മേലേക്ക് കയറിപ്പോവും. എന്നിട്ട് അവനെയും കൂട്ടി വന്നു. പിന്നെ അവൻ്റെ സ്കൂളത്തെ കുറേ കാര്യങ്ങളൊക്കെ പറയലും അവൻ വെള്ളം കണ്ടപ്പോൾ വെള്ളത്തിൽ കളിക്കലൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അവന് വന്ന് ഫുഡൊക്കെ കൊടുത്തിട്ട് പിന്നെ ഞാൻ അവനെ പഠിപ്പിക്കാനൊക്കെ ഇരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.